ഫോണില്ലേ? എന്നിട്ടെന്താ പോവാ? രാഹുകാലം കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചു. ആർക്ക്? നിങ്ങൾക്കോ? അമ്മോ, രാഹുലും കേതുലൊന്നും വിശ്വാസമില്ലാത്ത ആളല്ലേ, അതൊക്കെ നോക്കൂ. ചില അനുഭവങ്ങൾ നമ്മളെ അതൊക്കെ വിശ്വസിക്കേണ്ട സാഹചര്യത്തിൽ കൊണ്ടെത്തി. അവിടെ ഇരിപ്പുണ്ടോ? നല്ല കാര്യം ഉണ്ടായോ ക്ലീറ്റോ? അവൻ വെറുതെ ഇരുന്നേച്ചതല്ലേ. KCB ഡാം, വെള്ളം, മുങ്ങല് എന്നൊക്കെ പറഞ്ഞ് വെറുതെ കോലിട്ടിളക്കാൻ ചെന്നിട്ടല്ലേ. ചുമ്മാ എടുത്തു ചാടരുത്. ഒന്നല്ലെങ്കിൽ വിവരം വേണം. അതില്ലാന്ന് നിങ്ങൾക്ക് സ്വയം അറിയാമല്ലോ. എന്നിട്ട് വെല്ലുവിളിക്കാൻ പോകും. ഇനി അതും പൊട്ടിക്ക്. ചെല്ല് പോവാൻ നോക്ക്. പറഞ്ഞത് വഴിയിൽ വെച്ച് കാണാം. പോലെങ്ങനെ കേട്ടോ, ഇതുകൂടെ കൊണ്ടു. പിന്നെ ഉച്ചയ്ക്ക് ഒന്ന് ഇടയ്ക്ക് വരുമോ? മീനൊന്നും ഇല്ല. സമയം കൊണ്ട് വരാം. കട്ടിലായിരുന്നു തോർത്തിറപ്പുണ്ടേ. നല്ല കണി. ഡാം തുറക്കൂ, ഡാം തുറക്കൂ, ഡാം തുറക്കൂ സർക്കാരെ. പൂട്ടിക്കും ഞങ്ങൾ, പൂട്ടിക്കും ഞങ്ങൾ, KSCB പൂട്ടിക്കും. നല്ല വലിയ വീരാടിച്ചാളാ. ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നടാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഒരു പട്ടി പോലും ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. നീ ഉണ്ടല്ലോ, നീ ഇവൻ ഫാസല്, നീ ആരെ ബലത്തിലാണ് ഈ കളിക്കുന്നതെന്ന് എനിക്കറിയാം. ചില ഊച്ചാളി രാഷ്ട്രീയക്കാർ പറയും പോലെ നിന്നെ അവിടെ മാറ്റി ഇവിടെ മാറ്റുമെന്ന് ഈ ക്ലീറ്റോ പറയില്ല. നിന്നെ ഞാൻ മാറ്റി കാണിച്ചു തരൂടാ. ഞങ്ങൾ ഇന്നലെ കാണിക്കുന്ന കണ്ട് വിക്കറ്റിങ്. അത് എന്നെയല്ല, നിന്നെയാ പറഞ്ഞത്. നിന്നോട് പറയാൻ പേടിച്ചിട്ടേ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. നീ പറ, ചോദിക്കേ. ഇന്നലത്തെ പ്രശ്നത്തില് ബംഗാളികൾ എന്നെ പറ്റിച്ചതാണ്. മിണ്ടരുത് നടരാജ, മിണ്ടരുത്. എടല്ല, ഇന്നത്തെ കാലത്തെ കുറിച്ച് എനിക്ക് ഒന്നും കേൾക്കാനില്ല. ഞാനത് മറക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തിയായിട്ടൊരു പിക്കറ്റിംഗ് പരിപാടി നടന്നിട്ടില്ല. നാണല്ലടാ, എനിക്കിപ്പോ വീട്ടിൽ ചെന്ന് കയറാൻ വയ്യ. ആ രീതിയിലായി. എന്റെ അളിയന്റെ മുമ്പിൽ ഞാൻ എങ്ങനെ ഇനി തല ഉയർന്ന് നടക്കൂന്നുള്ളതാ. ഞാനേ ഉടനെ തന്നെ പാർട്ടിയിൽ ഒരു അഴിച്ചുപണി നടത്തുന്നുണ്ട്. കുറെ വേസ്റ്റുകളുണ്ട്, എല്ലാത്തിനും എടുത്ത് ഞാൻ കളയുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലേ അളിയാ. അളിയാ പിന്നെ ഓണമൊക്കെ വരികയാണ്. അതുകൊണ്ട് അളിയാ നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള ചെറിയൊരു പദ്ധതി. നമ്മളെ പിടിച്ചു പറിക്കാനും മോഷ്ടിക്കാനും പോവോ പൈസ ഉണ്ടാക്കാൻ? എന്റെ അളിയ അതൊന്നും അല്ല. പിന്നെന്തോന്നു? അളിയ നമ്മുടെ പുത്തരിക്കണ്ടത്ത് സ്റ്റാൾ എടുത്തിരിക്കുന്നത്, ഓണ സ്റ്റാൾ എടുത്തിരിക്കുന്നത് എൻ്റെ ഒരു അളിയനാണ്. അവന്റെ കയ്യിൽ നമുക്ക് 2 കട എടുക്കാം അവിടെ. എന്നിട്ട് അളിയ നമുക്ക് എന്തോ ഒരു ബിസിനസ് തുടങ്ങാമെന്ന്. ബിസിനസ് പറഞ്ഞാൽ ചുമ്മാ തുടങ്ങാൻ പറ്റില്ല. അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? പൈസ ഉണ്ടോ നിന്റെ? സ്റ്റാൾ എടുക്കാനുള്ള പൈസ ഞാൻ മുടക്കാം. ബാക്കി നിങ്ങൾ 2 പേരോട് നോക്ക്. ബെസ്റ്റ്. എന്ത് എൻ്റെ ഇരിക്കുന്നു അവിടെ വാഴയ്ക്ക. നടക്കൂല. മാത്രമല്ല, ഇപ്പൊ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് വലിയ ലാഭമൊന്നും കിട്ടൂല. അതല്ലേ പിന്നെ ഈ ബിസിനസ് ചെയ്യുന്നവരെല്ലാം ലാഭം കിട്ടാത്തോണ്ടല്ലേ അവർ ഈ ബിസിനസ് എല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. അത് ഈ ഓണ സമയത്ത് തുണി, പലവ്യഞ്ജനം, ഇതൊക്കെ ഭയങ്കര മാർക്കറ്റല്ലേ. അതിന് സ്റ്റാൾ എടുക്കാം. നമുക്ക് സ്റ്റാൾ എടുക്കാം. ഓണത്തിന് നമുക്കൊരു സ്റ്റാൾ എടുത്ത് ചെറിയ കച്ചവടം ചെയ്യാം. ഇപ്പൊ പെട്ടെന്ന് കണ്ട, കുട്ടനാടിനൊരു കൈത്താങ്ക് വിപുലമായ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുക പലയിടത്തും. അത് ഇതുമായിട്ട് എന്ത് ബന്ധമല്ലയാ? അതിൽ ചെറിയ ബന്ധമുണ്ടേ. എന്താണ് ഈ കുട്ടനാടിനൊരു കൈത്താങ്കെന്ന് പറഞ്ഞിട്ടേ ഈ കണ്ണിക്കണ്ട പാർട്ടിക്കാർ എല്ലാവരും കയറി ഇറങ്ങി അത് ഇതും പിരിച്ച് പൈസയായിട്ടും അത് ഇതായിട്ട് പിരിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ എത്തുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? സത്യം പറയാൻ നമ്മളൊരു പാർട്ടിയാണെങ്കിൽ ഈ കാര്യത്തിൽ വളരെ പിന്നോക്കം നിൽക്കുകയാണ്. ഈ പിരിക്കണ കാര്യത്തിൽ ആ മറ്റു പാർട്ടിക്കാർക്ക് നമ്മളെ അപമാനമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ പാർട്ടി ഇനി ഒരുപാട് വളരാനുണ്ട് ഈ കാര്യത്തിൽ, അഴിമതി കാണിക്കണ കാര്യത്തിൽ. സത്യം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നമ്മൾ എന്തിങ്ങനെ ആയിപ്പോയെന്ന്. എൻ്റെ അളിയെങ്കിലും അത് മോശമല്ല. ഈ പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പിരിക്കുന്ന പൈസ നമ്മളെടുത്തത് അത് ശരിയല്ല. നീ എന്താ പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടി? ഈ പാവങ്ങൾക്ക് വേണ്ടി പിരിക്കുന്നതല്ലേ? പാവങ്ങൾക്ക് വേണ്ടി പിരിക്കുന്നതാണല്ലോ. നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അൻസാറേ, നീ ആരാണ്, ഞാൻ ആരാണ്, ഇവൻ ആരാണെന്ന്? നിന്റെ കയ്യിൽ ഒരു 5 ലക്ഷം രൂപ എടുക്കാനുണ്ടോ? ഉണ്ടോ? എൻ്റെ കയ്യിലില്ല. ഇല്ലല്ലോ. അപ്പം നീ പാവപ്പെട്ടവനാണേ. എൻ്റെ കയ്യിലും ഇല്ല. നടരാജ, നിന്റെ കയ്യിലുണ്ടോ?
എന്തെങ്കിലും പക്ഷെ മുത്തുലക്ഷ്മി സമ്മതിക്കില്ല. ആ മുത്തുലക്ഷ്മി സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ അവനും പാവപ്പെട്ടവൻ തന്നെ. അപ്പം നമ്മളൊക്കെ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ടവന്മാർ. നമ്മൾ ഈ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ പച്ചയല്ല വെള്ള, ഇത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ നമുക്ക് ഇത് വിട്ടുകൊണ്ട് ആരുടെങ്കിലും പോയി ചോദിക്കാം, ഒരു 1000 രൂപ കടം തരുമെന്ന് ചോദിക്കാൻ പറ്റുമോ? എങ്കിലും അത് പറ്റുമോ? അത് പറ്റൂല, തരൂല്ലല്ലോ. അതില്ല. അങ്ങനെ നോക്കിയാൽ നമ്മളൊക്കെയാണല്ലോ ഈ ലോകത്തെ ഏറ്റവും പാവങ്ങൾ. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഈ പദ്ധതിയായിട്ട് ഇറങ്ങുന്നുണ്ട് ഒരു കുഴപ്പമില്ലെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, നീ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ കുട്ടനാടിൻ്റെ കൈത്താങ്ങെന്ന് പറഞ്ഞ പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് എല്ലായിടത്തും പോയി കുറേ തുണികൾ, പലവ്യഞ്ജന സാധനങ്ങൾ, പച്ചക്കറി, അത് ഇതും എല്ലാം കളക്ട് ചെയ്യുന്നു. ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ എൻ്റെ വീട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്യും. സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ദിവസം ആകുമ്പോൾ സ്റ്റോളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നമ്മളിത് പകുതി വിലയ്ക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നു. പകുതി വിലയ്ക്ക്? ഇത് പകുതി വിലയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. എന്ത് പറഞ്ഞാലും ഒരുമാതിരി ഈ ഒരു ഇതില്ലല്ല. എടാ പകുതി വിലയ്ക്കാണ് കൊടുക്കുന്നത്. മുഴുവൻ കാശിന് വാങ്ങാൻ പറഞ്ഞവന് പകുതി വിലയ്ക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു വലിയ സേവനമാണ് ചെയ്യണത്. അതിന് പ്രതിഫലം കർത്താവ് വേറെ നമുക്ക് തരുവളിയാ. എന്നാലും അളിയ നമ്മൾ അവരെ പറ്റിച്ചതല്ലേ അളിയ? ആരെ പറ്റിച്ചെന്നല്ലേ നീ പറയണത്? പാവങ്ങളുടെ പൈസ അല്ലേ അളിയ? എടാ ഇത് പാവങ്ങളുടെ നല്ലടാ. ഇതിപ്പോ സൗകര്യം ഇവിടെ നിവർത്തി ഉള്ളവൻ്റെ നമ്മൾ വാങ്ങിയിട്ട് നിവർത്തി ഇല്ലാത്തവന് പകുതി വിലയ്ക്ക് കൊടുക്കുകയാണ്. അതാണ്, അങ്ങനെ ചിന്തിക്കുന്നീ. നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യകർമ്മമാണ് അല്ലേ നടരായ? നല്ലൊരു സഹായമാണ്. അടാ അവന്റെ സെൻസ് പോലും നിനക്കില്ലല്ലോ. നീ ഇടയെ വളരെ വളരെ മോശമാണ് കേട്ടാൻ സാറേ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നമ്മൾ കുട്ടനാടിന് കൈത്താങ്ങെന്ന് പറഞ്ഞ പരിപാടിയായിട്ട് ഇറങ്ങി കഴിഞ്ഞു. നമ്മള് ഇന്നലെയൊക്കെ ആയിട്ട് പിരിച്ചല്ലോ അരി, പച്ചക്കറി, സാധനങ്ങൾ. ഇതെല്ലാം ഇന്ന് തന്നെ എത്രയും പെട്ടെന്ന് എന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കണം. അല്ലേ? അത് പാർട്ടി ഓഫീസിൽ വെച്ചാൽ പോരെ? എടാ പാർട്ടി ഓഫീസിൽ എലിയുടെ ശല്യമുള്ളത് നിനക്ക് അറിഞ്ഞൂടെ? മുമ്പ് തന്നെ എന്തെല്ലാം സാധനങ്ങൾ പോയേക്കണം. അപ്പൊ അതെല്ലാം വീട്ടിൽ കൊണ്ടെത്തിക്കണം. പിന്നെ രാജൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് കുറേ മുണ്ട്, ഷർട്ട്, തുണികൾ, കുറെ സാധനങ്ങൾ തരാറുണ്ട്. അതുമൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിക്കണം. എന്തായാലും എല്ലാം ഒരിടത്തും കൊണ്ട് എത്തിക്കാനുള്ളതല്ലേ? കൊള്ളാമേ? നന്നായിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഒറിജിനൽ കൈത്തറിയാ. നല്ല മയം. അതാ പിടിച്ചിട്ട് അങ്ങ് പട്ട് പോലെ ഇരിക്കണ അല്ലേ? ചേച്ചി ഇതിന്റെ വേറെ കളർ ഉണ്ടോ ചേച്ചി? ഇത് ഇഷ്ടപ്പെട്ടില്ല നിനക്ക്? ഇഷ്ടപ്പെട്ട്. പിന്നെന്താ വേണ്ടേ? കൊറേ ഇരിപ്പുണ്ട് അവിടെ. ഇതിന്റെ തന്നെ വേറെ കളർ ഉണ്ടോ? നീല, മെറൂൺ. മെറൂൺ ഉണ്ട്, മെറൂൺ ഉണ്ട്. അതെടുത്തോ നീ? മെറൂൺ മതിയോ? മെറൂൺ മതി. മെറൂൺ ആകുമ്പോ എനിക്ക് ബ്ലൗസ് ഉണ്ട്. എന്നാ പിന്നെ ഇത് ഞാൻ എടുത്തോളാം. പിന്നെ നോക്ക്, ഇവിടെ ഷർട്ട് കുറവായിരുന്നു. ചെറുപ്പക്കാരനായി ഇട്ട് തയ്ച്ച പോലെ. പുള്ളി കള്ളിയക്കടല്ലേ? 10 വയസ്സ് പറഞ്ഞില്ലേ? കണ്ടപ്പോ ഇച്ചിരി വലുതായിട്ട് തോന്നി. ഇപ്പൊ കറക്റ്റ് ആട്ടോ. എല്ലാവർക്കും ഉണ്ട്. ഷർട്ട് കുറവായിരുന്നു അമ്മാവ. ഞാൻ കനകന് വേണ്ടിട്ട് ഒരെണ്ണെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ല, അതുകൊണ്ടാ. നല്ലല്ലേ? 3-4 ഉണ്ട്. ലോട്ടറി അടിച്ചോ? എന്റെ അമ്മാവ രാവിലെ പോയപ്പോഴത്തേനും ഞാൻ ഓണം വരികയാണ്, കയ്യിലൊന്നുമില്ലാന്ന് പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ലെന്നേ. ആയിരിക്കും. പിന്നെ ഓണമായിട്ട് ഒരു സാധനം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരില്ല. 2 ചാക്ക് നിറച്ച് മലക്കറി, പലവ്യഞ്ജനം മൊത്തം, പായസപ്പരിപ്പ് എന്തോരാ, എല്ലാ സാധനവും നോക്കിയോ? എല്ലാം നോക്കി. ഒന്നും മേടിക്കണ്ട. രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ എപ്പോഴാണ് അറിയത്തില്ല വന്ന് ചാടുന്നത്. കയ്യിൽ പൈസ അവനെ എല്ലാരും ഇട്ട് താറ്റിട്ടിരിക്കെല്ലാം ഇതാണ്. കയ്യിലില്ലാത്തോണ്ടാവും. അവ സ്നേഹമുള്ളവനാണ്. അതിന്റെ ഇടയിലേ ഉണ്ടാവും. അത് എല്ലാം വല്ലതും വാരി വലിച്ചിടുമ്പോ കുപ്പി വീണ് പൊട്ടണ്ട. അതോണ്ടാ പറഞ്ഞത്. ഞാൻ പൊട്ടിക്കുമല്ലോ. എന്റെ പൊന്നമ്മാവ എന്റെ ക്ലീറ്റോനെ ചീത്തയാക്കരുത്, ദൈവത്തെ ഓർത്ത്. അമ്മാവനായിട്ട് അധികം കൂട്ടുകെട്ട് വേണ്ടെന്ന് ഞാൻ ക്ലീറ്റോനോട് പറയണ്ട. ക്ലീറ്റോങ് വരട്ടെ. ഈ ഒന്ന് പോടിയായിരുന്നു. അവൻ സ്നേഹമുള്ളവനാ. ഒരു അമ്മാമ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ട്, ഒരു അളിയ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടെന്ന് അവനറിയാം. അതൊക്കെ അറിയാം. മരുമക്കളെന്ന് പറഞ്ഞ അങ്ങനെ വേണം. കൊള്ളാലേ അമ്മാവ? അമ്മയ്ക്കുള്ളതാ ഇത്. ഇതിപ്പോ അത്ഭുതപ്പെടാൻ പോണ ഇപ്പൊ ആരാന്നറിയാം. അതാണ് കനകൻ, നിന്റെ കനകൻ. അത്ര വലിയ വർത്താനൊന്നും പറയണ്ട. എല്ലാ കൊല്ലവും നിങ്ങൾക്കൊക്കെ ഡ്രസ് എടുത്തു തരുന്ന ആരാ? എന്റെ കനകേട്ടനല്ലേ? കടമ അവന്റെ കനകനോടൊക്കെ ഒരു സാധനം ചോദിച്ചാൽ അത് കിട്ടണമെങ്കിലേ തങ്ക ഒരു ഷർട്ട് വേണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്? മറ്റേ ഷർട്ട് ഉണ്ടല്ലോ, അത് കീറിയില്ലല്ലോ എന്നൊക്കെ പറയും. എനിക്ക് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഒരു സെറ്റ് സാരി എടുത്തു തന്നിട്ട് കഴിഞ്ഞ കൊല്ലം വരെ അതിന്റെ കണക്ക് പറഞ്ഞു. ഇത് അങ്ങനെയല്ല.
കണ്ട അവിടെ ചോദിക്കുമ്പോഴേക്കും 1 അല്ല 4 5 ജോഡി. ഇത് ആദ്യമായിട്ടല്ലേ ആ കനകേട്ടൻ എല്ലാ കൊല്ലം എടുത്തു തരുന്നുണ്ടല്ലോ. ഇപ്പൊ ആദ്യമായിട്ട് ക്ലീറ്റസ് ഏട്ടൻ ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന് തന്നപ്പോ എന്തൊരു അഹങ്കാരം. അതെ എന്റെ കെട്ടിയനെ പോലെ ക്ലീറ്റസ് എന്റെ കെട്ടിയനെ മാസം ശമ്പളം കിട്ടുന്നുണ്ട്. അപ്പൊ അവൻ വിശേഷങ്ങൾ വരുമ്പോ വാങ്ങി തരണം. ഈ പാവത്തിന് എവിടുന്ന കാശ്? ഒരു രാഷ്ട്രീയക്കാരനുണ്ട് എന്തെങ്കിലും ഒരു ദിവസം ചിലപ്പോ ഒരു 50,000 അത് കിട്ടുമ്പോണ്ടല്ലോ ഒന്നും കരുതി വെക്കണ്ട. അമ്മായിക്കെന്നും പറഞ്ഞു മൊത്തത്തിൽ അങ്ങോട്ട് ചെലവാക്കല്ലേ. അല്ലെങ്കിൽ ക്ലീറ്റോനെ എടുത്ത് മാറ്റി വെക്കാലോ. നിനക്ക് മേടിച്ചു തരേണ്ട കാര്യമുണ്ടോ ക്ലീറ്റോന്? അത് ഞങ്ങൾ എല്ലാ കൊല്ലം മേടിച്ചു വരുന്നുണ്ടല്ലോ. എല്ലാ കൊല്ലം. അങ്ങനെ ഒന്നും പറയണ്ട. അവനാണ് കുടുംബത്ത് പറഞ്ഞു. അവനറിയാം വയസ്സിന് മൂത്തവരോട് എങ്ങനെ പെരുമാറണം, എന്ത് വാങ്ങി കൊടുക്കണം എന്നൊക്കെ. ഇപ്പൊ അങ്ങനെയായല്ലോ. അതിന്റെ കനകേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. ഇല്ല എന്റെ പൊന്നഴകാ, ഇതിപ്പോ ഇവൻ എല്ലാ പ്രാവശ്യവും വാങ്ങിച്ചു തരുന്നോണ്ട് നമുക്കൊരു പ്രത്യേകതയില്ല. അവനിപ്പോ ആദ്യമായിട്ട് ആയത് കൊണ്ടാണ്. ഒന്നുമല്ല, നിനക്ക് സാരി ഇല്ല കേട്ടോ. അയ്യോ സാരി എനിക്ക് വേണം. വന്നിട്ടേ എനിക്ക് ആ മുഖം ഒന്ന് കാണണം. അവരൊക്കെ വരും. കെട്ടാൻ തയ്യാറാണോ? എന്റെ കനക നീ ഒന്ന് ചിരിക്കും. നീ ഇങ്ങനെ ഉമ്മെന്നും പറഞ്ഞിരിക്കണേ എന്തിയേ? ഇതൊന്ന് പിടിച്ചേടി. ഉണക്കോടി ആരായിരിക്കും? നിന്റെ അളിയൻ ക്ലീറ്റ. ഈ കളർ ഇല്ലല്ലോ നമുക്ക്. എടുക്ക്, ഇഷ്ടപ്പെട്ടോന്ന് പറ. ഇട്ട് കാണിച്ചതാടാ. അമ്മയ്ക്ക് പിടിച്ചു നോക്കിയാണ് എന്തൊരു മാർഗം. 2800 രൂപ. 2500 ഒക്കെ ഉണ്ടാവും. പിന്നെ പക്ഷെ എനിക്ക് ഈ കളർ വേണ്ട. എനിക്ക് മെറൂൺ മതി. അതുകൊണ്ട് അവിടെ ഉണ്ട്. എടുക്കാന്ന് വെച്ചു. നല്ലായിരിക്കുമല്ലോ എനിക്ക്. ഇവക്കുള്ളത് അവിടെ ഇരിപ്പുണ്ട്. വേറെ ഉണ്ട്, കുറെ സാരികളുണ്ട്. ഒരുപാട് ദിവസം മുണ്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വേറെ കളർ രസല്ലേ? ഇട്ട് ഇത് വെട്ടിത്തച്ചവരുണ്ട്. ബട്ടൺ ഇങ്ങനെ അല്ലേ ഇടേണ്ടത്? അല്ല അതെന്താ അറിയോ, ഇത് റെഡിമെയ്ഡ് ആവുമ്പോ അങ്ങനെ ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മള് ബട്ടർ ഒന്നും കൂടി ഒക്കെ തയ്ക്കണത്. എനിക്കറിയാം. ഒന്ന് അഴിച്ചാ തുന്നേണ്ടി വരും. നന്നായിട്ടുണ്ടല്ലോ. നീ ആ ഈ ഷർട്ട് മുണ്ട് ക്ലീറ്റസ് തന്നാണോ? അല്ലല്ല അല്ല മടക്കണ്ട. അത് ഞാൻ മടക്കിക്കോളാം. പിന്നെ വേറെന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? അയ്യോ ഇനിയാണ് രസം. നിനക്ക് ഈ പ്രാവശ്യത്തിൽ ഓണത്തിന് ഒരു ചെലവില്ല. കൈയും കെട്ടി വന്നങ്ങ് കൈ കഴുകി ഉണ്ണാനിരിക്കുക. എന്താ കാര്യം? എന്താ? 2 ചാക്കരി പിന്നെ പച്ചക്കറികള് ഒരു മാസത്തേക്കുള്ള എല്ലാം കൊടുത്തിട്ടുണ്ടാവേ. ആകെ ഞെട്ടിച്ചു. നമുക്ക് ഓണത്തിനൊന്നും മേടിക്കണ്ട. ഒന്നും മേടിക്കണ്ടല്ലേ? കാര്യം ചെയ്യും അല്ല എടുത്തോണ്ടോ. നിനക്ക് കിട്ടിയ ഡ്രസ്, ബാക്കിയുള്ള അരി, പലവ്യഞ്ജനങ്ങൾ, സാധനങ്ങളെല്ലാം എടുത്തോണ്ടോ. അങ്ങനെ അതെല്ലാം ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട. 2 ചാക്കൊന്നും നിനക്ക് തരാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതന്നെ എനിക്കല്ല, ഇത് എത്താനടുത്ത് എത്തണം. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടുന്ന കിട്ടിയത് അറിയത്? എന്റെ ക്ലീറ്റോ മേടിച്ചിട്ടുണ്ടോ? ക്ലീറ്റോ മേടിക്കുന്ന ഒരാളല്ലേ ക്ലീറ്റോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ അത് എവിടെ നിന്നാണ് എന്താണെന്ന് ആദ്യം അന്വേഷിക്കണം. പ്രത്യേകിച്ച് ക്ലീറ്റ് കൊണ്ടുവരുമ്പോ. എന്താ നീ പറഞ്ഞു വരുന്നത്? എന്താ എന്റെ ഉദ്ദേശം? നീ മര്യാദ സാധനം വെളിവന്നേ. എന്താ കാര്യം? അതെ, അങ്ങനെ നീ അവളോട് ചൂടാവൊന്നും വേണ്ട. ഈ പ്രാവശ്യം ചമ്മി അതിന്റെ അല്ലേ അവൻ ചെലവാക്കട്ടെ. മൊത്തത്തിൽ ചമ്മാമോ മര്യാദക്ക് സാധനം. എന്താ കനകേട്ട കാര്യം എന്താന്ന് വെച്ചാ പറ. അമ്മയെ കുട്ടനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പ് കഴിയുന്ന പാവങ്ങൾക്ക് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത സാധനങ്ങൾ ഇതൊക്കെ. അതെ എന്ത് ദൈവമേ. അതെ വല്ലവരും പറയുന്നത് കേട്ടിട്ട് ക്ലീറ്റസിന്റെ മണ്ട കയറരുത്. എന്റെ ക്ലീറ്റോന് ഇഷ്ടമല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞാൽ മതി. നീ ആവശ്യമില്ലാത്തൊന്നും ആവശ്യമില്ലാത്തല്ലെന്ന് നീ എങ്ങനെ അറിഞ്ഞ്? പുത്തരിക്കണ്ട മൈതാനത്ത് നടക്കുന്ന ഓണം ഫെസ്റ്റ് നടക്കല്ലേ, അവിടെ പുതിയ പുതിയ സ്റ്റാളുകളുണ്ട്. അവിടെ ലാൻഡ് വിളിക്കാൻ പോയത് ഞങ്ങള്. അവിടെ ചിലപ്പോ മന്ദ അവിടെ ഇപ്പുണ്ട്. ആ നടരാൻ അവനാ പറഞ്ഞത് ക്ലീറ്റ് ഒരു വലിയ സ്റ്റാൾ അവിടെ കിടന്ന്. എങ്ങനെ ഈ പിരിച്ചെടുത്ത സാധനങ്ങൾ അവിടെ കൊണ്ട് പകുതി വിലയ്ക്ക് വിൽക്കും. അതാണ് എന്റെ പരിപാടി. അമ്മേ ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിൽ എന്തോ ചതിയുണ്ടെന്ന്. അപ്പൊ എന്തായിരുന്നു ക്ലീറ്റ കൊണ്ടുവന്നത്. ഇങ്ങനെ കുടുംബത്ത് കയറ്റാൻ പറ്റാത്തൊരു സാധനം അതിന് മരുവനായി കിട്ടിയത് നമ്മുടെ ഒരു കഷ്ടകാലാട്ടോ. പാവങ്ങളുടെ പേരും പറഞ്ഞു പറ്റിച്ച സാധനമൊക്കെ കൊടുത്ത് തരാ. ആ ഷർട്ട് ഇട്ടിട്ട് എന്റെ മേലാകെ എന്ത് സാധനമാണ് അത്? ഒന്നര ചാക്ക് പച്ചക്കറി പൊന്തു നീ വലിയ വർത്താനം പറയാൻ നിൽക്കണ. സഹായിക്ക് വേണേലോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇനിയിപ്പോ നമ്മളൊന്നും ചെയ്യണ്ട. എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. അതെ, ആ മറ്റേ സതീഷിന്റെ ഓട്ടോ, സതീഷിന്റെ പിക്കപ്പ് 2 ട്രിപ്പ് അടിക്കേണ്ടി വരും. ഓ പെട്ടെന്ന് വരാൻ പറ. വണ്ടി ഞാൻ വീട്ടിലെത്തി. ഇവിടെ വന്നാൽ മതി വണ്ടി.
എന്തോന്നാ തങ്കം ഒന്ന് എന്നോട് എന്തോടി? അത്യാവശ്യം വാ തങ്കം വാങ്ങിച്ചോട് അവിടെ നിന്ന് സാധനങ്ങളൊക്കെ അവിടെ ഈ 2 ദിവസമായിട്ട് കളക്ട് ചെയ്ത് കൊണ്ട് വെച്ചില്ലേ ആ സാധനങ്ങള് അരിയും പച്ചക്കറിയും തുണിയൊക്കെ എന്ത് ചെയ്തെന്നാണ് ഇത് ആ ചാക്കിലവിടെ വെച്ചതല്ലേ? ആ അത് തന്നെ അതൊന്നും ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ കൊണ്ടുവച്ചതല്ലേ. ഞങ്ങള് ഉടുപ്പൊക്കെ ഞങ്ങൾ എടുത്തു, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുത്തു അല്ലേ മാമ? കുറച്ച് കഷ്ടമാണ് കേട്ടാ. എന്തെങ്കിലും ഒരു സാധനം ഒരു നല്ല കാര്യത്തിൽ വെച്ചാൽ അതിന് സമ്മതിക്കരുത്. ഉടനെ എടുത്തങ്ങ് തോന്നിയ ദിവസം പോലെ ഉപയോഗിച്ചോണം. അത് കുട്ടനാട്ടിലെ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നല്ലേ. അല്ല ഈ കുട്ടനാട്ടിലെ പാവങ്ങള് ഓണസ്റ്റാള് വന്നിട്ടാണ് അതൊക്കെ മേടിച്ചിട്ട് പോവുക? ഓണസ്റ്റാളാ എന്താന്നല്ലേ പറയണത്? എടാ പുത്തിരിക്കണ്ടത്തിലെ ഓണസ്റ്റാള് നിങ്ങൾ നടത്തുന്നില്ലേ നീയും കൂട്ടുകാരും? അവിടെ വന്നിട്ടാണ് അവരിതൊക്കെ മേടിക്കേണ്ടതെന്ന്. എന്ത് പുത്തിരി കണ്ട എന്ത് സ്റ്റാളും നിങ്ങളൊക്കെ എന്ത് എന്തായാലും പറയല്ലേ. തമാശ കളിക്കരുത്. എന്നെ നിങ്ങൾ എല്ലാവരും തമാശ കളിപ്പിക്കരുത്. സാധനം എവിടെ എവിടെ എടുത്ത് ചെയ്യണം? കണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പുത്തിരി കണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ പുത്തിരി കണ്ടം പറയേണ്ട കാര്യം എന്താണ്? ഒന്നുമില്ല. തങ്കം നീ തമാശ കളിക്കരുത്. എന്നെ വേണ്ട നോക്ക് ആങ്ങളെ വന്നെന്ന് പറഞ്ഞ കൂട്ടത്തിൽ കൂടിയിട്ട് എന്നെ അങ്ങോട്ട് വട്ട് കളിപ്പിക്കല്ലേ. സാധനങ്ങൾ കുട്ടനാട്ടില് പാവങ്ങൾ കൊടുക്കാനുള്ള അതെവിടെ? അത് ഞാൻ എന്റെ ഭാര്യ അടുത്തല്ലേ ചോദിക്കണത്. സാധനം എത്ര അടുത്ത് എത്തിയിട്ടുണ്ട്? പുത്തിരി കണ്ടത്താ എന്താ എവിടെ എത്തിയെന്ന്? കുട്ടനാട്ടിലെത്തിയിട്ടുണ്ടെന്ന്. കുട്ടനാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പിരിച്ചത്. ആ സാധനം എത്ര അടുത്ത് എത്തിയിട്ടുണ്ട്? അതെങ്ങനെ ശരിയാവുന്നു? അതെന്താ ശരിയാവത്തത്? ഞാനും എന്റെ പാർട്ടിയും കഷ്ടപ്പെട്ട് പിരിച്ചതല്ലേ. അപ്പൊ ഞങ്ങളല്ലേ അവിടെ എത്തിച്ചു കൊടുക്കേണ്ടത്? എവിടെ? കുട്ടനാട്ടില്. പുത്തരിക്കണ്ടത്തല്ല, കുട്ടനാട്ടിൽ. കുട്ടനാട്ടിൽ ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട് സാധനം. കുട്ടനാട്ടില് അതെങ്ങനെ കുട്ടനാട്ടിൽ ആരെത്തിച്ചു? അതിപ്പോ ഒരു വണ്ടി വിളിച്ചിട്ട് എല്ലാം കൂടി അതെ അതെങ്ങനെ ശരിയാവും? നിങ്ങളൊക്കെ ഞാനും എന്റെ പാർട്ടിയും കൂടെ ചേർന്ന് അത് അങ്ങ് കുട്ടനാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ലേ. നിങ്ങൾ വണ്ടി വിളിച്ചോണ്ടോ? നാണുണ്ടോ നിനക്ക്? കുട്ടനാട്ടിലെ പാവങ്ങളുടെ പേരും പറഞ്ഞ് പിരിച്ച സാധനം സ്റ്റാളിൽ കൊണ്ട് പകുതി വിലക്ക് വെക്കുന്ന നാണമില്ല എനിക്ക്. കർത്താവ് ഇത് എന്തൊക്കെയാണ് ഈ അളിയൻ പറയണത്? ഞങ്ങൾ അറിഞ്ഞു. എന്തെന്ത്? ഞങ്ങൾ പുത്തിരിക്കടത്ത് പോയിരുന്നു പുതിയ സ്റ്റാളിന് ലൈൻ വിളിക്കാനായിട്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അപ്പൊ നിന്റെ കൂട്ടുകാരനെ കണ്ട് പാർട്ണറെ നടരാജനെ അവനാ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർത്ത് ഒരു പുതിയ സ്റ്റാൾ തുടങ്ങുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ച സാധനങ്ങൾ പകുതി വിലയ്ക്ക് അവിടെ കൊണ്ട് വിൽക്കാൻ പോകുന്നു. നാണമില്ല നിനക്ക്. മുഖത്ത് നോക്ക് ജി. ഒരു എളുപ്പമില്ല. നിന്റെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നാണം കെടുത്തരുത്. നിനക്ക് പുറത്തിറങ്ങാൻ നീ വീട്ടിനകത്ത് കയറിയിരിക്കും. നിനക്ക് മാസം ചെലവ് ഞാൻ തരാം. ഒരു കഷ്ടം തരടി. പോത്ത് പോലെ വലിപ്പുണ്ടല്ലോ ഞങ്ങൾക്ക് നയിച്ചു 100 രൂപ. അതൊക്കെ നാണമാനുള്ളവർക്ക് പറഞ്ഞിട്ടില്ലല്ലോ. രാജ ഒത്തിരി കണ്ടം പരിപാടി വെള്ളത്തിൽ മുങ്ങി. വേണ്ട വണ്ടിയൊന്നും വേണ്ട. ആ അതെ നീ കാര്യം ചെയ്യും. ചാള് പൂട്ടിക്കോളാൻ സാറിനോട് പറ. എല്ലാം പോയി. ഓ വണ്ടി വേണ്ട വണ്ടി വേണ്ട വേണ്ട. നീ വന്നേ. നീ വിഷമിക്കൊന്നും വേണ്ട. കുട്ടനാട്ടിലേക്ക് സാധനം കയറ്റി വെച്ചത് എന്റെ പേര് പറഞ്ഞിട്ടല്ല, നിന്റെ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ടാ. എന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ലീറ്റസാ. പിന്നെ കുട്ടനാട്ടിലേക്ക് ഒരു കൈത്താങ്ങ് നമ്മുടെ പദ്ധതിയുടെ ഞങ്ങളുടെ ഇവിടെയുള്ള സാധനങ്ങൾ അങ്ങോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. ഇഷ്ടംമാതിരി സാധനം കയറ്റി വിട്ടിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ആ ഉടനെ എത്തും. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കൃത്യമായിട്ട് അത് കൊടുക്കേണ്ട പാവങ്ങളെ നോക്കി കണ്ടു തന്നെ കൊടുക്കണം. അല്ലാതെ അതിനിടയ്ക്ക് ഉടായ്പ കാണിച്ച് സ്റ്റോളൊക്കെ തുടങ്ങിയിട്ട് വേണ്ടാതെ അതിനെ മറുകച്ചവടമൊന്നും ചെയ്യാനൊന്നും നോക്കണ്ട കേട്ടോ. കൃത്യമായിട്ട് കൊടുക്കേണ്ടവർക്കും കൊടുക്കണം. ആ പിന്നെ പത്രത്തിൽ വാർത്ത കൊടുക്കുമ്പോൾ എൻ്റെ പേരൊന്ന് വലുതായിട്ട് കൊടുത്തോണേ. ആ ഓക്കെ ശരി ഓക്കെ.
Versus Alien.